ഹായ്, ഞാൻ ഷെഫ് രഞ്ജിത്ത്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫേബറിൻ്റെ ഒരു സ്ലോ ജ്യൂസറിൽ ആദ്യം തന്നെ ഒരു ഷോർബയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് പഴം എടുത്തിട്ടുണ്ട്, പപ്പായ എടുത്തിട്ടുണ്ട്, ഗ്രാസ്ബെറി, ബ്ലൂബെറി, ക്രാൻബെറി, ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളൊരു നല്ല കളർഫുൾ ആയിട്ടുള്ള ഷോർബയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളിതിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. നമ്മളിതിൽ മെനുവിൽ പോയിട്ട് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഫംഗ്ഷൻ, ഇത് നമ്മൾ പ്യൂരി ഫംഗ്ഷനിലാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫംഗ്ഷൻ സ്റ്റാർട്ടായി. ഇനി നമ്മളിതിൻ്റെ ലിഡ് ഓപ്പൺ ആക്കാണ്. ജസ്റ്റ് ലിഡ് ഓപ്പൺ ആയി വന്നു. നമ്മൾ ആദ്യം തന്നെ ഇതിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് പഴം പോയി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം നമുക്കിത്. ഇതിൽ വന്നിരിക്കുന്നത് 8 mm ബിഗ് ഫീഡറാണ് വന്നിരിക്കുന്നത്. അതിൽ എത്ര വലിയ ഐറ്റം ഇട്ട് കൊടുത്താലും ഒരേപോലെ അത് ജ്യൂസായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും. ഒരേപോലെ ഇതായിട്ട് കിട്ടി. ഫേബറിൻ്റെ ജ്യൂസർ കം സാലഡ് മേക്കറിൽ നമ്മുടെ ഫ്രൂട്ട്സ് പ്യൂരി റെഡി ആയി കഴിഞ്ഞു. അത് നമുക്കൊരു ഗ്ലാസ് ബൗളിലേക്ക് ചേഞ്ച് ചെയ്യാം. വാവ്, ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഷേപ്പ് ആക്കാണ് നമ്മളിതിനെ. ജസ്റ്റ് മിക്സഡ് ഫ്രൂട്ട്സ് ആണ്, എല്ലാ കളറും ഇതിൽ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോൾ അതൊരു ഷേപ്പിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് മോൾ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ നല്ല ഐസ്ക്രീം എല്ലാം നമ്മൾ സെർവ് ചെയ്യും പോലെ ഷോർബ നമുക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ഗാർണിഷിങ് നമ്മളൊരു 3-4 മണിക്കൂർ ജസ്റ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് 3-4 മണിക്കൂർ ജസ്റ്റ് ഫ്രീസറിൽ വെച്ചാൽ നല്ല ഷേപ്പായിട്ട് കിട്ടും. ഐറ്റം റെഡി. നമ്മുടെ ഐറ്റം റെഡി ആയി കഴിഞ്ഞു. മാജിക് ഈസ് ഇൻ ദ മേക്കിംഗ്.